ഹലോ ഗേൾസ്, ദൂരെ നിന്ന് പഠിക്കുന്നവരുടെ മനസ്സാണ് തുറക്കുകയാണ് ഗൈസ് എന്നിലൂടെ. ഓക്കെ, അപ്പോൾ നമ്മൾ വീട്ടുകാരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഇത്രയും ദൂരം നിന്ന് എന്തിനാ പഠിക്കുന്നത്, ഡെയിലി വന്ന് പോകുന്ന ജോലി നോക്ക്, അല്ലെങ്കിൽ പണിക്ക് പോകണ്ട, നീ വീട്ടിലേക്ക് ഞങ്ങൾക്കൊന്ന് കാണണ്ടേ എന്നൊക്കെ പറയുന്നത്. എൻ്റെ വീട്ടുകാരുൾപ്പെടെ പറയുന്ന ഒരു ഡയലോഗാണ്. ഡയലോഗല്ല, അവർക്ക് സങ്കടം ഉണ്ടാവും സ്വാഭാവികം. അപ്പോൾ അവർ പറയുന്നതാണ് ഇത്. അപ്പോൾ ഞാൻ പറയും, അല്ലേ, എന്നെപ്പോലുള്ള ആരെങ്കിലും പറയും ഇല്ല ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കും. അപ്പോൾ വീട്ടുകാരെ വിചാരം എന്താണെന്ന് വെച്ചാൽ, ഹോസ്റ്റൽ ഭയങ്കര ചില്ലാണ്, അവിടെ വൈബാണ്, അവിടെ ഫുള്ള് വീട്ടിൽ നിന്ന് വന്നു പോവുകയാണെങ്കിൽ അടിച്ചു പൊളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഹോസ്റ്റലിൽ വന്നാൽ എന്തും ആവല്ലോ എന്നൊക്കെ വിചാരിക്കും അവർ. പക്ഷേ ഹോസ്റ്റൽ ജീവിതം എന്ന് പറയുന്നത് വളരെ ദുർഘടമായ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്തുകൊണ്ട് ഹോസ്റ്റൽ ചൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഡെയിലി വീട്ടിൽ വന്ന് പോകുന്ന ജോലി ചെയ്യുന്നില്ല, ഇത്രയും ദൂരം നിന്ന് ജോലി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ ഗൈസ്. നമ്മളുടെ ഫാമിലീൻ്റെ ഈ സന്തോഷം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് എന്നെപ്പോലുള്ള സഹോദരന്മാർ വീട്ടിൽ നിന്ന് മാറി പഠിക്കുന്നത് അല്ലെങ്കിൽ പണിയെടുക്കുന്നത്. ബിക്കോസ് സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഡെയിലി വന്ന് നിൽക്കുകയാണെങ്കിൽ 2 ദിവസം ഓക്കെ ആയിട്ട് നല്ല സന്തോഷത്തോടെ സ്നേഹത്തോടെ മുന്നോട്ട് പോകും. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി അങ്ങ് പോകുമ്പോൾ പിന്നെ അടിയാവും, വഴക്കാവും, പരസ്പരം മിണ്ടാതിരിക്കും. അങ്ങനത്തെ ചില കലാപരിപാടികൾ നമ്മളെ വീട്ടിലുണ്ടാവും. അപ്പോൾ എന്തിനാ വെറുതെ നമ്മളായിട്ട് വീട്ടുകാരുടെ സന്തോഷം ഇല്ലാണ്ടാക്കുന്നത്? ഇതാവുമ്പോൾ നമ്മൾ വല്ലപ്പോഴും വലിയ പോകുന്നേ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തരും. ഓക്കെ, പിന്നെ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ സങ്കടമൊക്കെ ഓർക്കും, പിന്നെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് തരും. അങ്ങനെ നമ്മളങ്ങോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളായിരിക്കും. നമ്മൾ ഡെയിലി പോവുകയാണെങ്കിൽ എപ്പോഴും കഞ്ഞി ചമ്മന്തി ആയിരിക്കും. പക്ഷെ നമ്മൾ വല്ലപ്പോഴും പോവുകയാണെങ്കിൽ അയ്യോ കുഞ്ഞു വന്നു, ചിക്കൻ വേണോ, മീൻ വേണോ, ബീഫ് വേണോ എന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അവർ വാങ്ങിച്ചു തരും. പക്ഷെ നമ്മൾ ഡെയിലി നിന്നാൽ അത് കിട്ടത്തില്ല ഗൈസ്, കിട്ടത്തില്ല. അപ്പം നമ്മളെ കിട്ടത്തില്ല, അത് പോട്ടെ, നമ്മളെ വഴക്കൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. പണിയെടുക്കുന്നതൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഉണ്ടാവില്ല. അപ്പോൾ വീട്ടുകാരുടെ സന്തോഷം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്നെപ്പോലുള്ള പിഞ്ചു മനസ്സിനുടമകൾ അല്ലെങ്കിൽ എന്നെപ്പോലുള്ളവർ മാറി ഹോസ്റ്റൽ ചൂസ് ചെയ്യേണ്ട. ഇതൊക്കെ ആരോട് പറയാൻ, ഇവിടെ വൈബാണെന്നാണ് പലരുടെയും വിചാരമേ.